നമസ്കാരം, എൻ്റെ പേര് ജെ പി എന്നാണ്. ഇതൊരു വിളിപ്പേരാണ് ജെ പി എന്നുള്ളത്. എല്ലാവർക്കും ഓർത്തിരിക്കാൻ എളുപ്പം, കാണാനല്ല ഓർത്തിരിക്കാൻ എഴുതാനൊക്കെ വളരെ എളുപ്പമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഭാരത് മെഷീൻ ടൂൾസ് എന്നാണ്. ഭാരത് മെഷീൻ ടൂൾസ്. ഈ സ്ഥാപനം നിൽക്കുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനൊരു കൂനത്തറ എന്നാണ് പറയും, കൂനത്തറ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വാഹനങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് മെക്കാനിക്കൽക്ക് ഉപയോഗത്തിന് വരുന്ന ടൂൾസുകളാണ് മെയിൻ പ്രധാനമായിട്ട് ഇവിടെ വിൽപ്പനയും സെയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമുക്ക് മെക്കാനിക്കൽക്ക് സംബന്ധമായിട്ടുള്ള ടൂൾസുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ രംഗത്തേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ, ഇത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പ്രതീക്ഷയിലാണ് തുടങ്ങിയത്. എത്രത്തോളം ആവുന്നുള്ള പ്രതീക്ഷയില്ല. എന്നിരുന്നാലും നമുക്കിതിനെക്കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ട്, ഇതിന് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് വന്നത്. അപ്പോൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ ഐറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഇറക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഡൽഹിയിലുണ്ട്, ബോംബെ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് ഫാക്ടറി കാര്യങ്ങളും മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്, ഇതിൽ പോരായ്മകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ചോദിക്കുന്ന ഒരു ഐറ്റം ചിലപ്പോൾ നമ്മുടെ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറി ചെയ്യും, ഇന്ത്യ രാജ്യം മൊത്തം എൻക്വയറി ചെയ്യും. അപ്പോൾ ഒരു കമ്പനിക്കാർ അങ്ങനത്തെ ടൂൾ ഇറക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ആ കസ്റ്റമർ ഐറ്റം വേണം. അപ്പോൾ അതിനെന്താണ് ഒരു പോകാൻ വഴി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഇങ്ങനത്തെ സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ, നമുക്ക് എല്ലാം ഉണ്ടാക്കാം, എല്ലാ ഐറ്റങ്ങളോട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പിന്നെ അത് ഉണ്ടാക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഫസ്റ്റിലും രണ്ട് ടൂളൊക്കെ ഉണ്ടാക്കി. ചിലപ്പോൾ ഫെയിലിയർ ആവും, എല്ലാം സക്സസ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ കുറേ ഫെയിലിയർ ആവും. എന്നിരുന്നാലും നമ്മളത് പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ച് അങ്ങനെ ടൂൾസുകളൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ സ്പീഡായി. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ, അളവ്, അല്ലെങ്കിൽ കസ്റ്റമറിന് അതിൻ്റെ അളവും കാര്യങ്ങളും കൊണ്ടുവരും. അളവ് പ്രധാനമായിട്ട് കിട്ടണം നമുക്ക്. ഓരോ ഐറ്റത്തിനും ഓരോ പ്രത്യേകതരം അളവ് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കിട്ടി പിന്നെ നമുക്ക് കാര്യങ്ങൾ സ്പീഡായി. അങ്ങനെ പിന്നെ ഇത് ഒന്നോട്ട് വിപുലീകരിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെ ആയിട്ട് ഫാക്ടറി കാര്യങ്ങളൊന്നും ഞാൻ അവിടെ ഇട്ടിട്ടില്ല. കാരണം അതൊക്കെ ഒരുപാട് കോസ്റ്റാണ്, അതൊക്കെ എളുപ്പമല്ല. അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ നടത്തണം. ജോലിക്കാർ വേണം, മിഷണറീസ് വേണം, അതൊക്കെ ഒരുപാട് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത് വേറെ സെറ്റപ്പിൽ കൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കസ്റ്റമറിന് ഇപ്പോൾ ഒരു പീസേ വേണ്ടു, അത് ഓക്കെ. അത് കഴിഞ്ഞാൽ അത് കൂടുതൽ പീസ് വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഇതേ സെയിം പാറ്റേൺ ഇതുണ്ടാക്കുന്ന കമ്പനികൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് കൈമാറും. അവർക്ക് കൈമാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞാൽ അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവർ അത്രയും പീസ് നമുക്ക് കൂടെ അടിച്ച് റെഡിയാക്കിയിട്ട് അവരവിടുന്ന് പാർസൽ വഴി നമുക്ക് എത്തിച്ചേരും. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. മെയിനായിട്ട് നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. എല്ലാം മാനുഫാക്ചറിങ് ചെയ്യല്ല, ആവശ്യക്കാർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ തയ്യാറാക്കിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള മെക്കാനിക്കലായാലും ടൂ വീലർ, പ്രധാനമായിട്ട് നമ്മൾ വാഹനങ്ങളുടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള മെഷീനറീസുകളുടെ എല്ലാ വാഹനങ്ങളുടെ സംബന്ധമായിട്ടുള്ള അതേത് തരം വാഹനമായാലും എന്താണെന്നാലും നമുക്ക് ടൂൾ അന്വേഷിച്ചാൽ കിട്ടാത്തത്, അതിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ടൂ വീലർ മുതൽ എല്ലാ വാഹനങ്ങളും. അപ്പോൾ അവരും കൂടി സഹകരിച്ചാൽ, ആവശ്യക്കാർ നമ്മളിപ്പോൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഒരു 10 വർഷത്തിന് മേലെ നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം. അത് കേരളം മൊത്തം സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ യൂട്യൂബ് ചാനലുകളുണ്ട്. പിന്നെ വാട്സാപ്പ് വഴിക്ക് സപ്ലൈ അല്ല, പരസ്യങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട്. ആവശ്യക്കാർ അതിലെ നമ്പറൊക്കെ നോക്കിയിട്ട് തിരഞ്ഞു പിടിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പല ഭാഷക്കാരായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും, മലയാളം മാത്രമല്ല. കാരണം കേരളം മൊത്തം അറിയാമല്ലോ, എത്ര സംസ്ഥാനങ്ങളുണ്ട്, അവർക്ക് പല ഭാഷക്കാരാണ്. അപ്പോൾ അവരൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏവറേജ് ഒരു ഹിന്ദി ലാംഗ്വേജ് ഉണ്ടായാൽ മതി ഏറെക്കുറെ കൈകാര്യം ചെയ്യാം. ഏറെക്കുറെ എല്ലാവർക്കും ഹിന്ദി അറിയും. ഇപ്പോൾ ഏത് സ്റ്റേറ്റിലേക്ക് പോയാലും ഹിന്ദി ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെയൊക്കെ സംസാരിച്ച് സെറ്റപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഹിന്ദി അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് ഭാഷ അറിയാം, എനിക്കൊരു 4 ഭാഷകൾ അറിയാം. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ അവർക്ക് അവരുടെ വാട്സപ്പ് വഴിക്ക് നമ്മൾ അതിൻ്റെ പിക്ചറും അതിൻ്റെ റേറ്റും കാര്യം അയച്ചു കൊടുക്കും. അവർ ഓക്കെ ആണെങ്കിൽ അവരവിടുന്ന് പൈസ അയക്കും. അത് പ്രകാരം നമ്മളിവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്യും. കൊറിയർ വഴിയാണ്, നേരിട്ട് കൊണ്ട് എത്തിക്കില്ലല്ല. അത് കേരളത്തിലായാലും പുറത്തായാലും എല്ലാം കൊറിയർ സംവിധാനമാണ്. അത് സാധിക്കും. അല്ലാണ്ട് നമുക്ക് ഒരു കസ്റ്റമറിന് ഇന്ന അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിന് പുറകിൽ വരുന്ന യാത്ര ചിലവുകളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അതിന് പുറകിലുണ്ട്. അപ്പോൾ അതൊക്കെ എളുപ്പമല്ല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എല്ലാം കൊറിയർ വഴിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അധികം റിസ്ക് ഇല്ലാണ്ട് 2-3 ദിവസമുള്ള കസ്റ്റമറിന് ഐറ്റം കിട്ടുകയും ചെയ്യും. അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി, 2 കൂട്ടരും ഹാപ്പി ആവും. ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടൂൾ നേരത്തെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടൂൾ ഉണ്ടാക്കണം വെച്ചാൽ ഇപ്പോൾ അത് ഫസ്റ്റിൽ തന്നെ ചിലപ്പോൾ സക്സസ് ആയിന്ന് വരില്ല, ഫെയിലിയർ ആവും.
എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഫെയിലിയർ ആവും. അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പൈസ ഇറക്കണം. ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ ഫെയിലിയറായി കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വീണ്ടും പൈസ ഇറക്കി വീണ്ടും ട്രൈ ചെയ്യണം. സെക്കൻഡ് ടൈമിലും സംഭവം ഉണ്ടാക്കി അത് വീണ്ടും ഫെയിലിയർ ആയി എന്ത് ചെയ്യും, സാധാരണ ആൾക്കാർ അത് അവിടെ ഇട്ടെറിഞ്ഞ് പോവാൻ പതിവ്. ആ പണിക്ക് നിൽക്കണ്ട, റിസ്ക്കാണ്. ഭൂരിഭാഗം ഒരു 90% ആൾക്കാർ എന്ത് ചെയ്യും, അത് റിസ്ക്കിന് നിൽക്കണ്ട, വേറെ വഴി നോക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ടൂള് കിട്ടിയേ പറ്റൂ. എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കും, പരമാവധി അതിനുവേണ്ടി ട്രൈ ചെയ്യും. പിന്നെ വീണ്ടും പൈസ മുടക്കും. അപ്പോൾ 3-4 പ്രാവശ്യം കൊണ്ട് ചിലപ്പോൾ അത് സക്സസ് ആയി വരും. അപ്പോൾ അത്രയും ക്ഷമ വേണം ഇതിൽ. ക്ഷമ രണ്ടൊരു കാര്യം നടക്കില്ല. ക്ഷമ വേണം, അതിൻ്റെ പ്രയത്നം വേണം, അതിൻ്റെ റിസ്ക് എടുക്കണം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായി. അപ്പോൾ നമ്മൾ ഇറക്കിയ പണം, ഇത്ര പണം നമ്മൾ ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു ടൂള് സക്സസ് ആയി കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതുമെന്ന് 500, 1000 എത്ര പൈസ വേണമെങ്കിൽ അതുമെന്ന് ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറക്കിയ പൈസകളും അതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ കഷ്ടപ്പാടൊക്കെ നമുക്ക് ഇതുമെന്ന് കവർ ചെയ്ത് പോരും. അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ് ഈ മേഖലയിൽ. ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ എനിക്ക് ഏജ് 50 കടന്നു. ഇതിലേക്ക് ആൾക്കാർ ഈ മേഖലയ്ക്ക് വളരെ കുറച്ച് പേരാണ് അധികം ഇങ്ങോട്ട് കടന്നു വരുന്നില്ല, കുറവാണ്. എന്നാലുണ്ട്, എന്നിരുന്നാലും കുറവാണ്. ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിൽ വർക്കേഴ്സ് കുറവാണ്. ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ എല്ലാവരും ഹിന്ദിക്കാരായി മാറി. ഇപ്പോൾ ഏത് മേഖലയിലെടുത്താലും ഒക്കെ ഹിന്ദിക്കാരാണ്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മേഖലയ്ക്ക് കൂടുതൽ വരുന്നത്. ഏത് മേഖലയും, ഹോട്ടൽ മേഖല, മെക്കാനിക്ക് മേഖല, പിന്നെ ഇത് ബാക്കി എല്ലാവിധ മേഖലയിലും ഇപ്പോൾ ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റാണ്. കാരണം അവർ ഹാർഡ് വർക്കറാണ്, അവർക്ക് റേറ്റും കുറവാണ്. അതെൻ്റെ പ്രത്യേകത. മലയാളീസികളുടെ പോലെയല്ല. മലയാളീസിൽ എല്ലാവർക്കും എടുത്തു കൊള്ളുന്നില്ല. നമ്മുടെ ആൾക്കാർക്ക് റേറ്റ് കൂടുതലാണ്. ദിവസക്കൂലി ഉദ്ദേശിക്കുന്നത്, ദിവസക്കൂലി കൂടുതലാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ അവർക്ക് റേറ്റും പൈസയും കുറവാണ്, ഹാർഡ് വർക്ക് ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ അടുത്ത ജനറേഷനിലേക്കുള്ള ആൾക്കാർ ഇതിലേക്ക് കടന്നു കയറ്റം കുറവാണ്. എന്നിരുന്നാലും വരുന്നുണ്ട്, കുറവാണ്. ഇങ്ങനത്തെ അധികം ടൂൾസിലുണ്ടാക്കുന്ന ആൾക്കാർ അധികം കേരളത്തിൽ എൻ്റെ അറിവിലില്ല, വളരെ കുറവ്, വളരെ തുച്ഛമായ ആൾക്കാരുള്ളൂ. ഇതിൽ ചില മെക്കാനിക്കുകൾക്ക് മാത്രം കുറച്ച് നോളജ് എല്ലാം ഉണ്ട്. അവരെ സ്വയാവശ്യത്തിന് വേണ്ടിയിട്ട് ടൂൾസിലുണ്ടാക്കുന്ന ചില മെക്കാനിക്കുകളുണ്ട്. എല്ലാവരും അല്ല, ചിലവർ മാത്രം. ചിലവർക്ക് സമയം കിട്ടാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം ഇതിൽ വരുന്നത്. സമയമില്ല, നേരമില്ല, പോയിന് ഇഷ്ടം, നേരമില്ല, എവിടുന്ന് കിട്ടാൻ അവിടെ നിന്ന് പഠിക്കുക, അപ്പോൾ അതിനെ കാര്യം നടത്താമെന്നുള്ള ടെൻഡൻസിയാണ് കൂടുതൽ ഇതിൽ കണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം വെച്ചാൽ ഞാൻ എണ്ണം നോക്കിയിട്ടില്ല. പിന്നെ പുതിയ ഐറ്റങ്ങൾ ഇറക്കുന്നത് ഞാൻ അപ്പോൾ തന്നെ ഇതിൻ്റെ കാറ്റലോഗുകൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. കാറ്റലോഗിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോകും പുതിയ ഐറ്റങ്ങളൊക്കെ. പിന്നെ കസ്റ്റമറുടെ എൻക്വയറി ചില ഐറ്റങ്ങൾ നമുക്ക് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കും. ഈ ഐറ്റങ്ങൾ നല്ല ഫാസ്റ്റ് മൂവിങ് കിട്ടും, മാർക്കറ്റിൽ നന്നായിട്ട് ചിലവാകും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ചില ഐറ്റങ്ങൾ, എല്ലാത്തിനും ഇല്ല, ചിലത് മാത്രം. അതായത് ഒരു പുതിയൊരു വാഹനം മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വാഹനത്തിനുള്ള മെക്കാനിക്ക് ആവശ്യമുള്ള ടൂൾസ് മാർക്കറ്റിൽ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം നമുക്കത് അറിയാം. കാരണം ഒരു വണ്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങി ആ വണ്ടി സക്സസ് ആയതിനു ശേഷമേ ഈ പറഞ്ഞ കമ്പനികൾ ഇതിൻ്റെ ടൂൾസുകൾ നിലവിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ കമ്പനിക്കാർക്ക് നഷ്ടമല്ല. വണ്ടി ഫെയിലിയറായി കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമാണ്. ഇത് ഉണ്ടാക്കി വെച്ചതൊക്കെ ഫെയിലിയറാവും. അത്രയും ലക്ഷങ്ങൾ അവർക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ചില വണ്ടികൾ, ചില മാർക്കറ്റിൽ വരുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള വണ്ടികൾ, ഇപ്പോൾ ബുള്ളറ്റ് പോലത്തെ വണ്ടികൾ, ഓരോ ഗ്രൂപ്പിൻ്റെ, യമഹ ഗ്രൂപ്പ്, ഹീറോ ഗ്രൂപ്പ്, അങ്ങനെയുള്ള ചില വണ്ടികളിലേക്ക് ഉണ്ട്. അതൊക്കെ ബ്രാൻഡഡ് ആണ്. കാരണം അവരത്രയും പരീക്ഷണങ്ങളും ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ടാണ് അവരെ വണ്ടി അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനത്തെ വാഹനങ്ങളുടെ നമുക്ക് ഒന്നും നോക്കാണ്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കിയെടുക്കാം. കാരണം അത് നമുക്കറിയാം, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് തന്നെയാണ്. ബുള്ളറ്റുകൾ, യമഹ ഗ്രൂപ്പ്, ഹീറോ, ഹോണ്ട, കുറേ ബ്രാൻഡുണ്ട്, ടി വി എസ്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ടൂൾസുകൾ നാളേക്ക് ഈ പറഞ്ഞ മെക്കാനിക്കലേക്ക് ആവശ്യമായിട്ട് നമുക്ക് മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ ചിലത് മാത്രം അഡ്വാൻസ് ചെയ്ത് കുറച്ച് കൂടുതൽ പീസുകൾ ഇറക്കി വയ്ക്കും. അത് ഇന്ന് നാളെ എൻക്വയറി വരും, വിളി വരുന്ന ഉറപ്പാണ്. അതൊരു കണക്കൂട്ടെല്ലാം നമ്മൾ ചെയ്ത് വയ്ക്കും. അത് ഫാസ്റ്റായിട്ട് പോകും. പിന്നെ ഫാസ്റ്റായിട്ട് പോകാത്ത കുറേ ഐറ്റങ്ങളുണ്ട്. അത് ആദ്യം ആൾക്കാരെ മേടിക്കുക. ചിലപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടുതലായി കൊണ്ടാവാം, ആവശ്യങ്ങളില്ലാത്തത് കൊണ്ട് നമ്മളത് കണക്കാക്കിയിട്ട് ചില ഐറ്റങ്ങൾക്ക് നമ്മൾ കുറച്ചിട്ട് ഉണ്ടാക്കുള്ളൂ. പിന്നെ ആ ഐറ്റം നമ്മൾ ചിലവായി കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുള്ളൂ. പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുള്ളൂ. ഫാസ്റ്റായിട്ട് പോകുന്നത് എല്ലാവർക്കും ആവശ്യമായിട്ടാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞു വാഹനങ്ങളുടെ. ഇനി അടുത്ത കാലഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഇത് ബാറ്ററിയിലേക്ക് കിടക്കണം. ഇപ്പോൾ ഓൾറെഡി ഏകദേശമൊക്കെ ഒരു 40% ആയി കഴിഞ്ഞു. ബാറ്ററിയിൽ ഓടുന്ന വാഹനങ്ങളാണ് ഇന്നത്തെ കാലഘട്ടം വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ മോദിക്ക് പറയുന്നത് അവരൊക്കെ ഇനിയൊരു 10 കൊല്ലത്തിന് ശേഷം
പൂർണ്ണമായിട്ട് ഇപ്പോൾ ഈ രാജ്യത്ത് നിന്ന് എല്ലാ ഡീസലും പെട്രോൾ വണ്ടികൾ ഒഴിവാക്കുന്നതാണ് അവർ പറയുന്നത്. അതൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം വെച്ചാൽ ഡീസലും പെട്രോൾ എത്ര കാലം കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമാണല്ലോ ഡീസലും പെട്രോൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പരിധി കഴിഞ്ഞാൽ അത് ഓൾറെഡി സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിന് പകരം എന്താണ് വേറൊരു ബദൽ സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ വാഹനങ്ങളൊക്കെ ഇറങ്ങിയത്. ഇപ്പോൾ 2 വീലർ ഇറങ്ങി, 4 വീലർ ഇറങ്ങി, ഹെവി വണ്ടികളൊക്കെ ബാറ്ററിയിൽ ഓടുന്ന വണ്ടികളുണ്ട്. നമുക്ക് ഭാവിയിലേക്ക് ഇത് വരുമ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പായി എന്ന് വരാം. ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് വണ്ടികളൊക്കെ കൊടുക്കണമെന്ന് ഓരോ നിർബന്ധനങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം 15 വർഷം കഴിഞ്ഞ് വണ്ടി പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഡീസലും പെട്രോളും പരമാവധി നമ്മുടെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കുക ചെയ്യുന്നത് സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളാണ്. അപ്പോൾ ഇനി ഭാവിയിലേക്ക് സംഭവിക്കുന്നത് ഫുള്ള് ബാറ്ററി സംബന്ധമായിട്ടുള്ള വാഹനങ്ങളായിരിക്കും. അതാകുമ്പോൾ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. അതിൽ കുറേ കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോ വാഹനങ്ങൾക്ക് സംബന്ധിച്ച് ബാറ്ററിയുടെ ഇപ്പോൾ നല്ല പവർ കൂടിയ ബാറ്ററികളൊക്കെ ഇറങ്ങിക്കൊടുക്കുന്നുണ്ട്. 2 വീലറിലായാലും 4 വീലറിലായാലും. ഇന്നിപ്പോൾ നിലവിൽ കേരളത്തിലെ ടൂൾസ് ഐറ്റങ്ങൾ പുള്ളർ തന്നെ പൊതുവായിട്ട് പേര് പറയും. പുള്ളർ അല്ലെങ്കിൽ സ്പെഷ്യൽ ടൂൾസ് സ്വന്തമായി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. എൻ്റെ അറിവിൽ കാര്യമായിട്ടൊന്നുമില്ല. ഭൂരിഭാഗം ഷോപ്പുകാരും കടക്കാരൊക്കെ ചെയ്യുന്നത് ഇറക്കുമതിയാണ്. 100% ഇറക്കുമതി ചെയ്തിട്ടാണ് ഇന്ന് നിലവിൽ കേരളത്തിലെ എല്ലാ ഷോപ്പുകളും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ സ്പെഷ്യൽ ടൂൾസ് അല്ലെങ്കിൽ പുള്ളർ അങ്ങനെ പറയുക. പുള്ളർ തന്നെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പുള്ളർ എന്ന് പറയുക. അങ്ങനത്തെ ഐറ്റങ്ങൾ വിൽക്കുന്നത് 100% ഇറക്കുമതിയാണ്. വേറെ എൻ്റെ അറിയിലൊരു ഷോപ്പുകാർ ഇങ്ങനെ സ്വന്തമായി ടൂൾസ് ഉണ്ടാക്കുകയോ അതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമെന്നും നമ്മുടെ കേരളത്തിൽ നിലവിലില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഭാരത് ടൂൾസ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കസ്റ്റമറിന് ആവശ്യമായ ടൂൾസ് നിലവിൽ കിട്ടിയില്ലെങ്കിൽ അത് സ്വന്തമായി നിർമ്മിച്ച് കൊടുക്കുക. അതിനിപ്പോൾ ഭാരത് ടൂൾസ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ടൂൾസിനോട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കിട്ടാത്ത ഐറ്റംസുകളൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി സ്ഥാപനമാണ് ഭാരത് ടൂൾസ്. അപ്പോൾ നമ്മുടെ സ്ഥാപനം ശരിക്കും നിൽക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ ഒരു ബോർഡർ ആയിട്ട് വരും. കാരണം ഇവിടുന്ന് പാലക്കാട്ടേക്ക് ഒരു 45 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇരിക്കുന്നത്. ഒറ്റപ്പാലം സൈഡ്. ഈ സ്ഥലത്തിൻ്റെ പേര് കൂനത്ര എന്നാണ്. അപ്പോൾ ഈ ബോർഡർ എന്ന് പറയുന്നത് തൃശ്ശൂർക്കും കിടക്കാം, മലപ്പുറത്തേക്ക് കിടക്കാം. അതിൻ്റെ ബോർഡറിൻ്റെ ആയിട്ട് നമ്മൾ ആ ബോർഡറിൻ്റെ സൈഡിൽ ഈ സ്ഥലം വരുന്നത് കൂനത്ര. ചെറിയൊരു